എൻ്റെ പേര് ഷിജോമോൻ വർഗീസ്. ഞാൻ കറുകച്ചാൽ കൂത്രപ്പള്ളി ഇടവയിൽ നിന്ന് വരുന്നു. ഞാൻ 2015 ജൂൺ മാസം എൻ്റെ വീടിൻ്റെ അയൽവക്കത്ത് തന്നെയുള്ള ഒരാൾ പറഞ്ഞ് ആളുടെ കെയർ ഓഫിൽ ഞാൻ ദുബായ് ജോലിക്ക് പോയി. അവിടെ എന്നോട് നല്ല സാലറി വാഗ്ദാനം ചെയ്താണ് എന്നെ കൊണ്ടുപോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പറഞ്ഞ സാലറി തന്നില്ല. ഒരു 6 മാസം കറക്റ്റായിട്ട് സാലറി കുറച്ച് പൈസ വെച്ചുള്ളത് തന്നു. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ചാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അന്നേരം ഇപ്പോൾ എന്നെ കൊണ്ടുപോയ ആൾ പറഞ്ഞു, ഞങ്ങളുടെ കമ്പനിയുടെ ഒരു സ്പോൺസറുണ്ട്, സ്പോൺസറിൻ്റെ കേസിന് വേണ്ടിയിട്ട് നിൻ്റെ പാസ്പോർട്ട് ഒന്ന് തരണം എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ അയൽവക്കംകാരനാണ്. ആ ഒരു സ്നേഹവിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ എൻ്റെ പാസ്പോർട്ട് കൊടുത്ത് ഞാൻ അതിൻ്റെ അടുത്ത മാസം നാട്ടിൽ പോകാൻ നിൽക്കുന്ന വേളയിലാണ് ഞാൻ പറഞ്ഞത്. അപ്പം എന്നോട് പറഞ്ഞു, പുള്ളി ഉടനെ ഒരാഴ്ചയ്ക്കുള്ളിൽ പാസ്പോർട്ട് എടുത്ത് തരാം എന്നുള്ള വാക്കിൻ്റെ പുറത്താണ് ഞാൻ കൊടുത്തത്. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ പാസ്പോർട്ട് ചോദിച്ചവൻ പറഞ്ഞു, നീ പോയി നിൻ്റെ കൂട്ടുകാരോട് ആരെങ്കിലും പാസ്പോർട്ട് മേടിച്ചുകൊണ്ട് പോവാ, അന്നേരം നിൻ്റെ പാസ്പോർട്ട് തിരിച്ചു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പുള്ളിയായിട്ട് ഇച്ചിരി തെറ്റി. അതിനുശേഷം പുള്ളി 1 രൂപ പോലും സാലറി തരുന്നില്ല. കമ്പനി ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 വർഷം അവിടെ ജോലി ചെയ്തു. 2 വർഷം കഴിഞ്ഞ് എൻ്റെ പാസ്പോർട്ട് വിസ ഓവറാകുമ്പോഴെങ്കിലും കിട്ടുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിന്നു. അപ്പം അത് കഴിഞ്ഞ് ഞാൻ അവരോട് ചോദിച്ചപ്പം അവർ ഉടനെ പറഞ്ഞു, എൻ്റെ ലേബർ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്താൽ നിൻ്റെ പാസ്പോർട്ട് തരാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടെ വീട്ടിലും എല്ലാവരും അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഒരു കാരണവശാലും ലേബർ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യരുത്, നീ നിൻ്റെ പാസ്പോർട്ട് താ, അത് കഴിഞ്ഞിട്ട് നിൻ്റെ ലേബർ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞ് പുള്ളിയായിട്ട് തെറ്റി. അത് കഴിഞ്ഞിട്ട് 1.5 വർഷത്തോളം ഞാൻ ജോലിയില്ല, റൂമില്ല, ഫുഡില്ല, അക്കോമഡേഷനില്ല, അങ്ങനെ നിൽക്കുമായിരുന്നു. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം ഒരു പ്രശ്നമില്ലാതെ ആ 1.5 വർഷം മുന്നോട്ട് പോയി. അതിനുശേഷം ഞാൻ ദുബായ് കോർട്ടിലാണ് എൻ്റെ പാസ്പോർട്ട് ഇരിക്കുന്നത്. ആ ദുബായ് കോർട്ടിൽ പോയി അന്വേഷിച്ചു. എൻ്റെ പാസ്പോർട്ടിൻ്റെ കാര്യം അന്വേഷിച്ചപ്പം പറഞ്ഞത്, നിൻ്റെ പാസ്പോർട്ട് ഇരിക്കുന്നത് 6 മില്യൺ ദിർഹംസിൻ്റെ കേസിന് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഏകദേശം ഇവിടുത്തെ 12 കോടി രൂപയോളം വരും. ഒന്നെങ്കിൽ ആ പൈസ, ആ കേസിന് വിധി വന്നേക്കുന്നത് ആ പൈസ അടയ്ക്കേണ്ട, 2 മാസം തടവ് കിടന്നാൽ മതി എന്നാണ് വിധി വന്നേക്കുന്നത്. ആ ആളെ പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പാസ്പോർട്ട് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാനിപ്പം കോടതിയിൽ പറഞ്ഞു, എനിക്ക് ഈ ആളെ അറിയത്ത് പോലും ഇല്ല, ഒരു കാര്യം ചെയ്യാം, ഞാനാണ് 2 മാസം നിൽക്കാം, 2 മാസം ജയിലിൽ വന്ന് കിടക്കാം, അതിനാൽ എനിക്ക് നാട്ടിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, നീ എൻ്റെ അകത്ത് ഗ്യാരണ്ടർ മാത്രമാണ്, നീ പോയി അവനെ വിളിച്ചോണ്ട് പോവാ, അവനിപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നാൽ പോലും എനിക്കറിയത്തില്ല അവനാണെന്നുള്ളത്. ആ ഒരു സിറ്റുവേഷനിലായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനാണ് എൻ്റെ മമ്മി ഇവിടെ കൃപാസനത്തിന് പത്രം ഇവിടുന്നൊക്കെ ഇട്ടുകയോ അതുവഴി ഇവിടെ വരികയും ചെയ്തു. ഇവിടെ വന്ന് ഉടമ്പടി പ്രാർത്ഥന വെച്ച് പ്രാർത്ഥിച്ചു. 3 മാസം തോളം മമ്മി പ്രാർത്ഥിച്ചു. അപ്പം ഇവിടുന്ന് അച്ഛനൊരു കാശുരൂപം എൻ്റെ ഒരു മമ്മിക്ക് കൊടുത്തു. അതെൻ്റെ ഒരു ഫ്രണ്ട് തിരിച്ച് ദുബൈയിലോട്ട് വന്നപ്പം അതെനിക്ക് തന്നു. അത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഉടമ്പടി എടുത്തതിന് ശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ ദുബായ് കോർട്ടിൽ നിന്ന് എനിക്ക് എൻ്റെ മെയിൽ വരികയും അടുത്ത 2 ദിവസത്തിനുള്ളിൽ എൻ്റെ പാസ്പോർട്ട് വന്ന് എടുത്തു, എല്ലാം റിലീസായി എന്ന് പറഞ്ഞാൽ. അപ്പം എനിക്ക് 1.5 വർഷം വിസ ഓവറായതിൻ്റെ വലിയൊരു ഫൈനും, അങ്ങനെ ഒത്തിരി വലിയൊരു എമൗണ്ട് ഫൈനായിട്ട് തന്നെ വരേണ്ടതായിരുന്നു. പക്ഷേ 1 രൂപ പോലും ഫൈനും ഇല്ല, ഒന്നുമില്ല. എനിക്ക് നാളെ വേണേലും തിരിച്ച് ദുബൈക്ക് പോകാൻ പറ്റും എന്നുള്ള രീതിയിൽ എനിക്ക് പോകാൻ പറ്റും. ശുദ്ധമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് ആൻസി. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് നന്ദിപുലം എന്ന ഇടവകയിൽ നിന്ന് വരുന്നു. ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ അമ്മ ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ലഭിച്ചൊരു അനുഗ്രഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത്. 2022 ഫെബ്രുവരി മാസം ഏകദേശം ഒരു അവസാനമായപ്പോഴാണ് എൻ്റെ വലത്തെ ബ്രസ്റ്റിൽ എനിക്ക് ഒരു തടിപ്പുണ്ടാവുകയും ആ തടിപ്പ് അതിൻ്റെ ക്വാണ്ടിറ്റി കൂടി ആ ബ്രസ്റ്റ് മുഴുവനായി വ്യാപിക്കുകയും ഏതാണ്ട് ഒരു പാറക്കല്ല് ഇരിക്കുന്ന ഒരു അനുഭൂതിയിൽ തീണയുണ്ടായി. അങ്ങനെ കുറേ നാൾ ഡോക്ടറെ കാണാണ്ട് എനിക്കൊരു പേടിയും ഇത് ക്യാൻസർ ആണോ എന്നുള്ള ഒരു ഭയപ്പാടും അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ ഡോക്ടറെ കാണാണ്ട് കുറേ നാൾ നടന്നു. ഏകദേശം ഒരു ഏപ്രിൽ 27-ാം തീയതി ആയപ്പോഴാണ് ഞാൻ ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തത്. അത് എൻ്റെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തത്.
അങ്ങനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ആ ഭാഗം, ആ കല്ലപ്പിലുള്ള ഭാഗം മുഴുവൻ പഴുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബ്രസ്റ്റ് ഇന്ന് തന്നെ ഈ പഴുപ്പ് സർജറി ചെയ്ത് റിമൂവ് ചെയ്യണം. എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡാണ് ഹോസ്പിറ്റലിലുണ്ടായിരുന്നത്. അന്ന് തന്നെ ഞങ്ങൾ സർജനെ കാണാൻ പോയി. സർജനെ കണ്ടു. അന്ന് വൈകിട്ട് ഒരു 6 മണി 6:30 കൂടിയാണ് ആ സർജറി ചെയ്തത്. അപ്പോൾ തടിപ്പ് ഒരു ബ്രസ്റ്റ് മുഴുവനായിട്ട് ഏതാണ്ട് ഉള്ളത് കൊണ്ട് ആ ഡോക്ടർ പറഞ്ഞു തടിപ്പ് എന്തായാലും ഫുള്ളായിട്ട് എടുത്ത് കളയാൻ പറ്റില്ല, തനിക്ക് ഇത്ര പ്രായമില്ലായിട്ടുള്ളൂ, അതുകൊണ്ട് അത് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, തനിക്കത് കൂടുതൽ ബുദ്ധിമുട്ടുകളുണ്ടാക്കും, അതുകൊണ്ട് പഴുപ്പുള്ള ഭാഗം നമുക്ക് DNC ചെയ്യുന്ന പോലെ റിമൂവ് ചെയ്ത് കളയാം. അങ്ങനെ അന്ന് തന്നെ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഒരു 2-3 ദിവസം അഡ്മിഷൻ ഉണ്ടായി. അത് കഴിഞ്ഞ് സ്റ്റിച്ച് ഇടാൻ പറ്റത്തില്ല. കാരണം അന്ന് ഈ സർജറി കഴിഞ്ഞതിന് ശേഷം ഈ പഴുപ്പിനെ അവർ ബയോപ്സിക്ക് അയച്ചു. ബയോപ്സി പിറ്റേ ദിവസം റിസൾട്ട്, ഒരാഴ്ച സമയം എടുത്തു. അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ വന്നു. റിസൾട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് ക്യാൻസർ അല്ല, പക്ഷേ ഇത് ഗ്രാനുലോമാറ്റസ് മസ്റ്റലൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതരം രോഗമാണ്. ഇതിന് പ്രത്യേകിച്ചൊരു മെഡിസിൻ ഇല്ല എന്നതാണ് ഈ രോഗത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ മെഡിസിൻ ഇല്ലാത്തൊരു രോഗമായിരുന്നു ഇത്. അപ്പോൾ അത് ഡോക്ടർ പറഞ്ഞു പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, ഈ പഴുപ്പ് വരുമ്പോൾ അപ്പോൾ തന്നെ സർജറി ചെയ്ത് ആ പഴുപ്പിനെ കളയുക എന്നുള്ളതാണ് ഇതിൽ ട്രീറ്റ്മെൻ്റ് ഉള്ളൂ. എങ്കിലും തന്നെ പഴുപ്പിൻ്റെ ആ തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആൾ സ്റ്റിറോയിഡ് എനിക്ക് ട്രീറ്റ് ചെയ്ത് തന്നു. ഞാനത് കഴിച്ചുകൊണ്ടിരുന്നു. അതൊരു 3-4 ആഴ്ചത്തോളം കഴിച്ചു. ആ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കൽ എനിക്ക് ഈ രോഗത്തിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. എൻ്റെ സ്ഥിതി ഭയങ്കര തീവ്രമായി കൂടിക്കൊണ്ടിരുന്നു, പഴുപ്പ് കൂടിക്കൊണ്ടിരുന്നു. ആ പഴുപ്പ് ഇങ്ങനെ പൊട്ടി ഒലിച്ച് തുടങ്ങി. മുറിവ് ഉണങ്ങിയിട്ടില്ല, സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം സ്റ്റിച്ച് ചെയ്യാത്തത് ഈ പഴുപ്പ് ഒരിക്കലും മാറില്ല. ഇത് സ്റ്റിച്ച് ചെയ്താൽ തന്നെ വീണ്ടും അത് വന്നുകൊണ്ടിരിക്കും. വീണ്ടും നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം വീണ്ടും തുരക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യരുത്, സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മുറിവ് ഉണങ്ങാതെ ഇതിൽ പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര വേദന. എൻ്റെ കൊച്ചിനെ എനിക്ക് എടുത്ത് എൻ്റെ നെഞ്ചത്ത് കിടത്താൻ പോലും എനിക്ക് പറ്റാത്തൊരവസ്ഥ. ഭയങ്കര ബുദ്ധിമുട്ട്. ഞാനാകെ തളർന്നു. 1 മിനിറ്റ് പോലും എനിക്ക് ഇരിക്കാനോ നിൽക്കാനോ ഒന്നിനും പറ്റണില്ല. വേദന കൊണ്ട് സഹിക്കാൻ പറ്റണില്ല. അങ്ങനെ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ആ ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ് എനിക്ക് ഈ സ്റ്റിറോയിഡ് കഴിച്ചതിന് ശേഷം എനിക്ക് ആകെ ബുദ്ധിമുട്ടുകൾ കൂടുന്നല്ലാണ്ട് കുറയണില്ല. അപ്പോൾ സെക്കൻഡ് ഒപ്പീനിയനായിട്ട് അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞ് വേറൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ആ ഡോക്ടറെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്ത് കുറച്ച് ആൾ കഴിഞ്ഞ് ഈ ട്രീറ്റ്മെൻറ്റ് സ്റ്റിറോയിഡിന് ട്രീറ്റ്മെൻ്റ് ഉള്ളൂ, വേറെ മരുന്നുകളൊന്നുമില്ല, എങ്കിലും ഡോസ് കുറച്ച് തരാമെന്ന് പറഞ്ഞ് ആൾ ഡോസ് കുറച്ച് തന്നു. എങ്കിലും ഇതിൽ വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു ബ്രസ്റ്റിലുണ്ടായിരുന്ന തടിപ്പ് എൻ്റെ ഇടത്തെ ബ്രസ്റ്റിലേക്കും വ്യാപിക്കാൻ തുടങ്ങി. ആ ബ്രസ്റ്റിലും ഇതേപോലെ പഴുപ്പ് വരാൻ തുടങ്ങി. ഇപ്പോൾ ഈ ഡോക്ടറെ അടുത്ത് പറഞ്ഞു ആ ബ്രസ്റ്റും ഇതേപോലെ എനിക്ക് സർജറി ചെയ്ത് ആ പഴുപ്പ് റിമൂവ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ആ ഡോക്ടർ പറഞ്ഞു ഈ ട്രീറ്റ്മെൻറ്റ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഞാനൊരു വേറെ ഡോക്ടറെ റെഫർ ചെയ്ത് തരാം. അപ്പോൾ അങ്ങനെ തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ കാണാനായിട്ട് വീണ്ടും പോയി. അവിടെ മെയിൻ സർജനെ അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഫസ്റ്റ് തന്നെ ആൾ പറഞ്ഞു ഈ ഇതിൻ്റെ ക്വാണ്ടിറ്റി വ്യാപ്തി കൂടുതലാണ്, ഈ ബ്രസ്റ്റിലെ ഉള്ള പഴുപ്പിൻ്റെ വ്യാപ്തി, അതുകൊണ്ട് ഇത് റിമൂവ് ചെയ്യാമെന്നല്ലാണ്ട് വേറെ നിവർത്തിയൊന്നുമില്ല, എങ്കിലും നമുക്കിത് MRI മാമോഗ്രാമൊക്കെ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ അവസ്ഥ എന്ന്. എന്നിട്ട് MRI ചെയ്യാനായിട്ട് ഒരു ദിവസം എടുത്തു. അപ്പോഴൊക്കെ എൻ്റെ അവസ്ഥ ഭയങ്കര ഗുരുതരമായിരുന്നു. കാരണം എനിക്ക് ഇരിക്കാനും നിൽക്കാനും പറ്റില്ല, എൻ്റെ നെഞ്ച് 2 ബ്രസ്റ്റും ഒന്നിനും പറ്റില്ല, വേദന വിങ്ങി. നമുക്കൊരു ചെറിയൊരു കാലിലൊരു മുറിവുണ്ടായാൽ തന്നെ ആ പഴുപ്പ് വരുമ്പോൾ നമുക്കുള്ള വേദന ഈ 2 ബ്രസ്റ്റിലും പഴുത്തുകൊണ്ടിരിക്കുമ്പോഴുള്ള വേദന സഹിക്കാൻ പറ്റാണ്ടായി തുടങ്ങി. അങ്ങനെ
ഈ ഡോക്ടറെ കണ്ട് വീണ്ടും MRI ചെയ്യാൻ പോയി. MRI ചെയ്തു. MRI ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് കിട്ടി. റിസൾട്ട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് സർജറി ചെയ്യാമെന്നല്ല നിവർത്തിയുള്ളൂ. ഇത് സർജറി ചെയ്ത് ഇപ്പോൾ ഒരു ബ്രസ്റ്റിൻ്റെ ഇപ്പോൾ ഇടത്തെ ബ്രസ്റ്റിൽ അടുത്ത അധികം പ്രശ്നമായിട്ടില്ല. ഇപ്പോൾ വലത്തെ ബ്രസ്റ്റാണ് ഒരു 3/4 ഭാഗോളം ഏതാണ്ട് പഴുപ്പായി. അപ്പോൾ ആ 3/4 ഭാഗം എടുത്ത് കളഞ്ഞ് നമുക്ക് അവിടെ ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്യാം. അത് ചെയ്യണമെങ്കിൽ തന്നെ ആ അടുത്തോളം ഭാഗം പഴുക്കാതെ ഉണങ്ങണം. അതിനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ ഇത് ഇനി എടുത്താൽ തന്നെ ഇനി ഉണ്ടാവില്ല എന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സർജറി എത്രത്തോളം സക്സസ് ആവുമെന്ന് ഡോക്ടർ ഉറപ്പ് പറയുന്നില്ല. അങ്ങനെ ഒരു നിവർത്തിയില്ലാതെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അങ്ങനെ പോന്നു. ഡോക്ടർ പറഞ്ഞു ഇനി സർജറിക്ക് എന്നാൽ തനിക്ക് താല്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേറ്റ് നമുക്ക് നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി, എന്നിട്ട് വന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ അവിടെ നിന്ന് അങ്ങനെ പോന്നു. അത് കഴിഞ്ഞ് വീട്ടിലെത്തി വീട്ടുകാരോട് പറഞ്ഞു. എല്ലാവരും ഭയങ്കര സങ്കടത്തിലായിരുന്നു. ഞാനും ആകെ തളർന്നു. ഇനി ഇതെന്താവും എന്ന് എനിക്കൊരു പിടിപാടുണ്ടായിരുന്നില്ല. മരുന്നില്ലാത്തൊരവസ്ഥ, മരുന്ന് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഡോക്ടർ എനിക്ക് ഈ വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ലാസ്റ്റ് എനിക്ക് ട്രീറ്റ്മെൻറ്റ് തന്നത് ഈ വേദനയുടെ ഈ പെയിൻ കില്ലേഴ്സ് മാത്രമായിരുന്നു. പെയിൻ കില്ലേഴ്സ് എന്നും 3 നേരമൊക്കെ കഴിച്ച് 3 നേരം എന്നുള്ളത് 5-6 നേരമായി. പിന്നെ എനിക്കത് ഇല്ലാതെ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥകൾ അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ ഇടയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ മേമ പറഞ്ഞിരുന്നു കൃപാസനത്തിൽ നീ ഒന്ന് പോയി പ്രാർത്ഥിക്കുക, അവിടെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന ദൈവം കേൾക്കും, അവിടെ ഒത്തിരി അനുഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനപ്പോൾ മേമോട് പറഞ്ഞു മാതാവ് എവിടെയുള്ളതല്ലേ, അവിടെ തന്നെ മാത്രം പോയി പ്രാർത്ഥിക്കണം എന്നുണ്ടോ, അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ചോദിച്ച് അത് പിന്നെ അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മലയിലൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോയി യാതൊരു നിവൃത്തിയില്ലാതെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തി. അവിടുന്ന് എൻ്റെ അമ്മ എങ്ങനെയോ ഈ കൃപാസനത്തെ അറിയാൻ തുടങ്ങി, ഒരു ബ്രദർ വഴി അറിയാൻ തുടങ്ങി. അപ്പോൾ അമ്മ ഓഗസ്റ്റ് 18 2022 ഓഗസ്റ്റ് 18 കൃപാസനത്തിൽ വന്ന് അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന് പിന്നെ എനിക്ക് ഈ മലയിലത്തെ ഡോക്ടർ പറഞ്ഞ് നിവൃത്തിയില്ലാതായപ്പോൾ എനിക്ക് ആകെ വിഷമമായി. പിന്നെ അമ്മ പറഞ്ഞു നീ അമ്മോട് പ്രാർത്ഥിക്കുക, അവിടെ നിന്നാണ് ഇനി എല്ലാം തരുള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും ഡോക്ടേഴ്സുമാർക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് അവർ വിധി എഴുതി. അങ്ങനെ ഞാൻ അമ്മ പറഞ്ഞതനുസരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മ അന്ന് ഓഗസ്റ്റ് 18 പോയി വന്നിട്ട് എനിക്ക് ഉപ്പും തേനും പിന്നെ അമ്മയുടെ കയ്യിൽ കിട്ടിയ ആ തൈലവും എനിക്ക് എൻ്റെ 2 ബ്രസ്റ്റുകളിൽ തേച്ച് തരായിരുന്നു. അങ്ങനെ കുറേ നാൾ പ്രാർത്ഥിച്ചു. അമ്മ ഒരു പ്രത്യക്ഷീകരണ ഉടമ്പടി പ്രാർത്ഥന ഞാൻ അമ്മയുടെ ബുക്കിൽ നിന്ന് എഴുതിയെടുത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ പ്രാർത്ഥനയുടെ ശക്തി കൂടി, കൊന്തകൾ എത്തിക്കാൻ തുടങ്ങി. അമ്മ ഈ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഭക്ഷണങ്ങൾ അതിൽ ഒരു പാർട്ടായിട്ട് അമ്മയുടെ കൂടെ നിൽക്കാൻ തുടങ്ങി. അങ്ങനെയൊന്നും നിൽക്കാനുള്ള ഒരു അവസ്ഥയിലല്ല ഞാൻ, എങ്കിലും ഞാൻ അമ്മയുടെ കൂടെ നിൽക്കാൻ തുടങ്ങി. പിന്നെ അമ്മ പോകുമ്പോഴൊക്കെ ഈ പത്രം വാങ്ങിച്ച് കൊടുക്കാനുള്ള ഒരു ഇത് തുടങ്ങി. പിന്നെ മറ്റുള്ളവരോട് പറയാൻ തുടങ്ങി. അങ്ങനെ കുറേ അപ്പോൾ ഈ രോഗം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണം. മരുന്ന് കഴിക്കണില്ല. ഡോക്ടറെ കാണാൻ എനിക്ക് ഇപ്പോൾ പോവാൻ ഇഷ്ടമില്ലാത്തൊരവസ്ഥയായി. ഡോക്ടറെ കാണണ്ട എന്നുള്ള ഒരവസ്ഥയായി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒത്തിരി വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രത്യക്ഷീകരണ മാതാവിൻ്റെ പ്രാർത്ഥന എല്ലാ ദിവസവും 5:30 മണിക്ക് മുടങ്ങാതെ ഞാൻ ചൊല്ലുമായിരുന്നു. ഈ മാതാവിൻ്റെ ഈ കൊന്ത എത്തിക്കുകയായിരുന്നു. പിന്നെ ഉപ്പ് ഞാൻ എൻ്റെ കുളിക്കുന്ന വെള്ളത്തിലിട്ട് കുളിക്കും. എൻ്റെ ഭക്ഷണം ഞാൻ കഴിക്കണേൽ ഉപ്പിട്ട് കഴിക്കും. അങ്ങനെ തേനും ഞാൻ കഴിച്ചിരുന്നു. അങ്ങനെ പിന്നെ അമ്മ തരുന്ന ആ തൈലം എൻ്റെ 2 ബ്രസ്റ്റുകളിലും അമ്മ തന്നെ എനിക്ക് തേച്ചു തരുമായിരുന്നു. അങ്ങനെ ആ കാലയളവ് കഴിഞ്ഞു. ബ്രസ്റ്റിലെ ഈ റൈറ്റ് ബ്രസ്റ്റിലെ അവസ്ഥ ഗുരുതരമായി തുടങ്ങി. പഴുപ്പ് ഇങ്ങനെ ബ്രസ്റ്റ് വന്ന് വീർക്കാൻ തുടങ്ങി. പഴുപ്പ് വീർത്ത്
ആദ്യമൊക്കെ പഴുപ്പ് പൊട്ടിപ്പോയായിരുന്നു, പിന്നെ ഇത് പൊട്ടുന്നില്ല. ഇത് വീർത്ത് വീർത്ത് ബ്രസ്റ്റ് ആകെ വികൃതമായി തുടങ്ങി. ഒന്നാമതേ സർജറി ചെയ്ത കാരണം കൊണ്ട് അവിടെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല, അപ്പോൾ അതവിടെ ഒരു മാർക്ക് പോലെയുണ്ട്. പിന്നെ ഈ ബ്രസ്റ്റ് പഴുപ്പ് വന്ന് വന്ന് വീർത്ത് വീർത്ത് ഷേപ്പ്ലെസ് ആയി തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ അമ്മ ഒരു മാസം കഴിഞ്ഞു, ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഒരു മാസമായി. അപ്പോൾ അമ്മ പറഞ്ഞിരുന്നു, ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് നമുക്കൊരു ബ്ലെസ്സിങ് വാങ്ങിയിട്ട് ഇനി അടുത്ത ട്രീറ്റ്മെൻറ്റിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞു. നീ നന്നായി പ്രാർത്ഥിക്കുക, അച്ഛനെ കാണാനുള്ള സാഹചര്യം ഒരുക്കാനൊക്കെ. അപ്പോൾ ഞാൻ നന്നായി പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ സെപ്റ്റംബർ മാസം 23-ാം തീയതിയാണ് ഞങ്ങളിങ്ങോട്ട് വരാൻ തീരുമാനിച്ചിരുന്നത്. അന്ന് എന്തോ ഹർത്താലൊക്കെ ആയി, അപ്പോൾ അന്ന് വരാൻ പറ്റിയില്ല. എനിക്കാണെങ്കിൽ എൻ്റെ ഈ ബ്രസ്റ്റ് വീർത്ത് വീർത്ത് നിൽക്കാനിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഞാനപ്പോൾ ഈ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന 5:30 മണിക്ക് എന്നുള്ളത് ഞാനിപ്പോൾ എല്ലാ നേരവും ചൊല്ലാൻ തുടങ്ങി. എൻ്റെ വേദന സഹിക്കാനുള്ള ശക്തി തരാൻ വേണ്ടി എല്ലാ നേരവും ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ ചൊല്ലി പ്രാർത്ഥിച്ചു. ഈ 23-ാം തീയതി ഉള്ളത് 27-ാം തീയതി എന്ന ദിവസത്തേക്ക് മാറ്റി. ദൈവമേ, എനിക്ക് അത്ര ദിവസം കൂടി നിൽക്കാനുള്ളൊരു ആരോഗ്യം എനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നും ഹസ്ബൻഡും എന്നെ ചീത്ത പറഞ്ഞു തുടങ്ങി. നീ ഇതിങ്ങനെ വെച്ചിരുന്ന് നീ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടാവും, നീ ഡോക്ടറെ കൺസൾട്ട് ചെയ്യ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ടാണ് ഇനി എന്തൊരു ട്രീറ്റ്മെൻറ്റ് നടത്തുള്ളൂ. അങ്ങനെ ഞാൻ തന്നെ വാശി പിടിച്ചിരുന്നു. പിന്നെ എനിക്ക് അങ്ങനെ ഞാൻ തന്നെ വാശി പിടിച്ച് അങ്ങനെ ഇരുന്നു. 27-ാം തീയതി വരെ വെയിറ്റ് ചെയ്തു. സെപ്റ്റംബർ 27-ന് ഞാനിവിടെ വന്നു. ഇവിടെ വന്ന് അമ്മ അപ്പോൾ അച്ഛനെ കാണാൻ ഇവിടെ നിന്ന് ടോക്കൺ കിട്ടും. ആ ടോക്കന് വേണ്ടി രാവിലെ തൊട്ട് അവിടെ വരി നിന്നു. രാവിലെ തൊട്ട് വരി നിന്നെങ്കിലും ആ ടോക്കൺ അവർ 2 മണി തൊട്ടേ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു വിട്ടു അവിടെ നിന്ന്. അത് കഴിഞ്ഞ് ഇവിടെ അനൗൺസ് ചെയ്യുമ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ടോക്കൺ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരുന്ന് എൻ്റെ അമ്മ പിന്നെ ആകെ കരച്ചിലും ആകെ. എനിക്കാണെങ്കിൽ ഈ ബ്രസ്റ്റ് ഇവിടെയാണെങ്കിൽ നല്ല തിരക്ക്, എനിക്ക് ഈ ബ്രസ്റ്റ് ഭയങ്കര ബുദ്ധിമുട്ട്. ആരെങ്കിലും ഒന്ന് എന്നെ ജസ്റ്റ് ഒന്ന് തട്ടിയാൽ തന്നെ അതെൻ്റെ മരണതുല്യമായിട്ടുള്ള വേദനയാണ്. അങ്ങനെ അമ്മ എന്നെ ഒരു സ്ഥലത്ത് ഇരുത്തി. അമ്മ വീണ്ടും അവിടെ പോയി കരഞ്ഞ് പറഞ്ഞ് അവർ ടോക്കൺ കൊടുത്തു. ആ ടോക്കണും കൊണ്ട് ഞാനിവിടെ വന്നു. അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ ആ കുരിശും ഒക്കെ പിടിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ ആ തൈലം എൻ്റെ കയ്യിൽ എടുത്തിട്ട് എൻ്റെ കൈ കൊണ്ട് തന്നെ ആ തൈലം എടുത്തിട്ട് അച്ഛൻ പറഞ്ഞു, നീ സുഖപ്പെട്ട് കഴിഞ്ഞാൽ നീ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സാക്ഷ്യപ്പെടുത്താം എന്ന് പറഞ്ഞു. അങ്ങനെ ആ തൈലം അച്ഛൻ എൻ്റെ കൈ കൊണ്ട് എടുത്ത് തന്നിട്ട് പറഞ്ഞു, നീ ഇത് ഒരു 3 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് 2 ബ്രസ്റ്റിലായിട്ട് കുരിശു വരയ്ക്കി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതുകൊണ്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ബാത്റൂമിലേക്ക് പോയി. ഇവിടുത്തെ ബാത്റൂമിൽ തന്നെ പോയി ഇത് 3 വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എൻ്റെ റൈറ്റ് ബ്രസ്റ്റിൽ ഈ കുരിശു വരച്ച സമയത്ത് ആ ബ്രസ്റ്റിൽ വീർത്ത് നിൽക്കുന്ന ആ പഴുപ്പ് പൊട്ടി. അത്രയും ദിവസം പൊട്ടാതെ ഇപ്പോൾ പൊട്ടും എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു അവസ്ഥ. അന്ന് എന്നെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ അന്ന് തന്നെ സർജറി ചെയ്യും. ഞാനപ്പോൾ ഈ വിശ്വാസത്തിന് മേലെ പിടിച്ചു നിന്ന് 27-ാം തീയതി വരെ എത്തിച്ച് ഇവിടെ വന്ന് ഈ തിരക്കിൻ്റെ ഉള്ളിൽ നടന്നെങ്കിലും എനിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ബ്രസ്റ്റ് നോക്കിയായിരുന്നു, എൻ്റെ ഡ്രസ്സ് നനയുന്നുണ്ടോ എന്ന് നോക്കുകയായിരുന്നു. അങ്ങനെ ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അച്ഛൻ ആ തൈലം എനിക്ക് തന്ന് ഞാനിത് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ചതിന് ശേഷമാണ് ആ ബ്രസ്റ്റ് അവിടെ പൊട്ടി. അത് മുഴുവൻ പഴുപ്പൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങി. എൻ്റെ ഡ്രസ്സാകെ നനഞ്ഞു. ഞാൻ പിന്നെ കോട്ടണും ഇതൊക്കെ എൻ്റെ കയ്യിൽ ഞാൻ ക്രോസ് ബാഡൊക്കെ ഞാൻ ബാഗിൽ സൂക്ഷിച്ചിരുന്നു. പെട്ടെന്ന് അമ്മേനെ വിളിച്ചു. അമ്മ വന്നു, ആ കോട്ടണൊക്കെ എടുത്തു. ബ്രസ്റ്റിൽ നിന്ന് ഈ പഴുപ്പ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒഴുകി ഒരുവിധം ആ പഴുപ്പൊക്കെ പുറത്തേക്ക് പോയി. എന്നിട്ട് അത് പാച്ച് ചെയ്ത് വെച്ചു. അപ്പോൾ തന്നെ അങ്ങനെ ആ പാച്ച് ചെയ്ത് അന്ന് ഞാനിവിടെ നിന്ന് ഒത്തിരി പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് പോയി. പിറ്റേ ദിവസം ഞാൻ രാജഗിരി ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് രാജഗിരി ഹോസ്പിറ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഡോക്ടറെ കാണാനായിട്ട് പോയി. ആ ഡോക്ടറെ കാണാൻ പോയി ഡോക്ടറോട് ഈ റിസൾട്ടുകളെല്ലാം കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, താനിത് പേടിക്കൊന്നും വേണ്ട, ഇത് ഒരിക്കലും ഒരു ക്യാൻസർ ആവില്ല.
പിന്നെ ഇതിന് ട്രീറ്റ്മെൻറ്റും ഇല്ല. പിന്നെന്ന് വെച്ചാണെങ്കിൽ ഇത് ഇങ്ങനെ പഴുപ്പ് വരുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ആ പഴുപ്പിനെ ഇനി ഒരിക്കലും അത് സർജറി ചെയ്ത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അമലയിലത്തെ ഡോക്ടർ പറഞ്ഞാൽ ഇത് റിമൂവ് ചെയ്യാതെ ഇനി ഒരു അവസ്ഥയും നടക്കില്ല എന്ന് പറഞ്ഞ ആ സമയത്ത് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിറ്റേ ദിവസം ഞാൻ ഈ രാജഗിരിയിലെ മെയിൻ ഡോക്ടറെ, ക്യാൻസറിൻ്റെ ഓൺകോളജി ഡോക്ടറെയാണ് കണ്ടത്, ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ. ആ ഡോക്ടർ പറഞ്ഞത് ഇത് ക്യാൻസർ ഒരിക്കലും ആവില്ല, താൻ ഇനി ഈ ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ടിയും വരില്ല, ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ താനേ മാറിക്കോളും, തനിക്കിനി. അപ്പം ഞാൻ പറഞ്ഞു ഇനി എനിക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ എൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിനൊന്നും തനിക്കൊരു യാതൊരുവിധ തടസ്സവും ഉണ്ടാവില്ല. അങ്ങനെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അങ്ങനെ എനിക്കൊരു അനുഗ്രഹം ഉണ്ടായി. ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ബ്രസ്റ്റിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. എൻ്റെ 2 ബ്രസ്റ്റും ഓക്കെയാണ്. തടിപ്പ് ഒരു 90%, പാറക്കല്ല് പോലെ ഉണ്ടായിരുന്ന ആ തടിപ്പ് ഒരു 90% മാറി, നല്ല സോഫ്റ്റായി. ഒരു പഴുപ്പോ വേദനയോ എനിക്ക് ഈ അസുഖം വന്നതിന് ശേഷം ഞാൻ വർക്ക് ചെയ്യണുണ്ട്, ഓൺലൈൻ വർക്കാണ്. അപ്പോൾ 8 മണിക്കൂർ 8 hours കംപ്ലീറ്റ് ചെയ്യണം ഒരു ദിവസം. എനിക്ക് ഈ അസുഖം വന്നതിന് ശേഷം 8 hours പോയിട്ട് 1 hour പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ അവസ്ഥ കണ്ട് പിന്നെ എൻ്റെ ജോലിക്കാർ അവരൊന്നും പറഞ്ഞില്ല, അവർ സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇന്ന് ഞാൻ ഫുൾ ഓക്കെയാണ്, എനിക്ക് ഒരു കുഴപ്പമില്ല. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു പഴുപ്പും വന്നിട്ടില്ല, വേദനയും വന്നിട്ടില്ല, കല്ലപ്പ് കൂടുകയും അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അമ്മ മാതാവിന് 1000 നന്ദി. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും പ്രത്യേകം നന്ദി പറയാം. കാരണം ഒരു അമ്മയുടെ, പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം തീർക്കപ്പെടുന്നത്, അമ്മയുടെ ഒരു കരുതൽ, ഈശോയുടെ കരുതൽ നന്നായി അനുഭവിച്ചറിയാനായിട്ട് ഈ നാളുകളിലൊക്കെ അതിന് പരിപൂർണമായിട്ട് ഈ മകൾ അമ്മയോടൊപ്പം സ്വന്തം അമ്മ ഉടമ്പടി എടുത്തു. ആ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഈ മകളും കൂടെ നിന്നു എന്നുള്ളതാണ്. ഒരിക്കലും അമ്മ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് യാതൊരു റോളും ഇല്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല. തൻ്റെ ഈ രോഗാവസ്ഥയിലും തൻ്റെ ഈ ശാരീരിക ബുദ്ധിമുട്ടിലും അമ്മയും ഈശോയുടെ എത്ര തനിക്ക് എങ്ങനെ ചേർന്ന് നിൽക്കാം, അത് അമ്മ ഉടമ്പടി എടുത്തത് കൊണ്ട് ഞാനൊന്നും ചെയ്യേണ്ട എന്ന് കരുതിയല്ല, മറിച്ച് അമ്മയോടൊപ്പം തന്നെ ഈ പരിശുദ്ധമ്മയ്ക്ക് ഈശോയ്ക്ക് എത്രത്തോളം മഹത്വം കൊടുക്കാം എന്ന് ഈ മകൾ തൻ്റെ ജീവിതത്തിൽ ഉടനീളം ചെയ്തുവായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമാണ്. കാരണം അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് ഈശോയുടെ സന്നിധിയിലായിരുന്നത് കൊണ്ടാണ് ഈ മഹാ അത്ഭുതത്തിന് ഇടയാനായിട്ട് ഈ മകൾക്ക് അത് അനുഭവിച്ച് അറിയാനായിട്ട് സാധിച്ചത്. ഒത്തിരിയേറെ പ്രശ്നങ്ങളുടെ നടുവിലും ഒരു സങ്കീർണമായിട്ടുള്ള മരുന്ന് പോലും കഴിക്കാൻ പറ്റാത്തൊരു രോഗം, മരുന്ന് കഴിച്ചാലും മാറാത്തൊരു രോഗം പരിശുദ്ധമ്മ ഈശോ ഏറ്റെടുത്ത് അത്ഭുതകരമായിട്ട് അത് രോഗസൗഖ്യത്തിലേക്ക് നയിച്ചു. അതിന് അച്ഛനെ കാണാൻ സാധിച്ചു. സൈത്ത് ഉപയോഗിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി അത് പ്രാർത്ഥിച്ചു, അത് തിരികെ പോയി. അന്ന് മുതൽ ഇന്ന് വരെ പിന്നീട് ഈ ശാരീരികമായിട്ടുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇന്ന് വരെ അനുഭവിക്കാനായിട്ട് ഇടയായിട്ടില്ല. വളരെ സൗഖ്യത്തോടുകൂടി ആയിരിക്കാനായിട്ട് കഴിയുന്നു. ഇതാണ് ദൈവത്തിൻ്റെ അമ്മയുടെ പ്രസൻസ് എന്ന് പറയുന്നത്. അത് വളരെ ശക്തമാണ്. അമ്മ പറയുന്ന വാക്കുകൾ, അത് അവൻ പറയുന്ന പോലെ ചെയ്യുക എന്ന് പറഞ്ഞ് അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ഉടമ്പടി എടുക്കുന്ന ആരെടുത്തു, ഒരാൾ കുടുംബത്തിലെ മറ്റുള്ളവർക്ക് വേണ്ടി ഉടമ്പടി എടുക്കുന്നുണ്ടെങ്കിൽ, ആ ഉടമ്പടിയുടെ ഭാഗമായി തീരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം ആ എടുക്കുന്ന നാൾ മുതൽ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും അനുഭവിക്കാനായിട്ട് സാധിക്കും. അതാണ് പുറപ്പാട് 33:14 പറയുന്നത്, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും എന്ന് പറയുന്നത്. ആ അനുഭവത്തിലേക്ക് ഈ മകളെ കൂട്ടിക്കൊണ്ടുവന്ന പരിശുദ്ധ ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് തിരുത്തുക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി, ഈശോ ആരാധന, ഈശോയെ മഹത്വം.